പെട്ടെന്ന് തന്നെ. സുമി എവിടെത്തി? ഓ എത്തിയോ? ഞാൻ 10 മിനിറ്റിലെത്തുവേ. അവരവിടെ എത്തിന്ന്. ആണോ? ഇത് പിടിച്ചേ. ഇതിപ്പോ വന്നു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതങ്ങ് തന്നേക്കാം. അയ്യോ കുടുങ്ങി. ഇപ്പോഴാ നീ ഒരു കല്യാണ പെണ്ണായത്. വന്നെന്ന് ഉറപ്പായ സ്ഥിതിക്കോ? അയ്യോ അതല്ല, ഇത് ഞാൻ തന്നിട്ട് അവരെങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വെച്ച് മതി പറഞ്ഞ് ചളവാക്കണ്ട. പോവാ. എടാ കറക്റ്റ് സാധനം പറഞ്ഞോടാ. അരക്കര നീ സമാധാനത്തിന് സുമിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്തിന്? അല്ല, എൻ്റെ വേണ്ടിയും കല്യാണത്തിന് വന്നതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ, അതിന്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു. നീയല്ലേ പറഞ്ഞ ഇതൊക്കെ ത്രില്ലാന്ന്? ഞാൻ ഭയങ്കര ത്രില്ല, അവനെ കാണാനുള്ള ത്രില്ല്. കമോൺ റിവു, ചില്ലിയാ. സുമി എവിടെത്തി? ഹലോ കട്ടായില്ല. സുമി ചതിച്ചാ ഓടെ ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കണോ? പോസിറ്റീവ് പിന്നെ ഫേക്കൊണ്ടായിരിക്കും. പോവാം. ഫേക്കൊണ്ടായിരിക്കും. നീ ഒന്നോട്ട് വിളിച്ചേ. അവളുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും. നീ വിളിച്ചോക്ക് മര്യാദക്ക്. അവള് വരുമോ? അവള് വരുവടാ. സുനിൽ പി താമരാക്ഷൻ, സുമി എസ്. ചേട്ടാ സുമി സുനിൽ ഒന്ന് വേഗം വാ. എടാ വാടാ. സുമി വന്നോളൂ. എന്തിയ പെണ്ണെന്തി? ഇവിടെ തിരക്കാ. നീയല്ലേ പറഞ്ഞ അവള് ഇപ്പൊ വരുന്നു. അവള് ഇന്നെങ്ങനെ വരുമോ? അവള് വരും. ആളാളെ പണി നോക്കി പോട്ടാ. പറഞ്ഞില്ലെന്നോണ്ട. എനിക്ക് തോന്നണേ ഇതെങ്ങാനും പൊറോട്ട ബീഫ് ആവൂ. അവൾ ഇവിടെ തന്നെ കാണും. ഒന്ന് തപ്പ് നീ. സുമി 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 സുനിലേ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. വാ. ഗുഡ് മോർണിംഗ് സാർ. സാറേ ഇതാ ഞാൻ പറഞ്ഞ രേവു, ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. ആദ്യമായിട്ടാ നേരിട്ടില്ലേ? പിന്നെ രേവുവിന് അറിയാമല്ലോ, ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. രേവു ആയോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. സാർ പ്ലീസ് സാർ ഒന്ന് വേഗം ചെയ്തരോ സാർ. ആയിക്കോട്ടെ. അയ്യോ, സർപ്രൈസ് ഇവിടെ ഫോട്ടോഗ്രാഫ്. അവിടെയാണ് കല്യാണം. വാ അണ്ണാ. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കൻ 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. എല്ലാവരും നോക്കിയേ, സ്മൈല് കൂടെ.
ചേച്ചി ചേച്ചി ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണ്? ചേച്ചി വലതോട് തിരിഞ്ഞേ ലെഫ്റ്റില് ബാങ്കിന്റെ ബോർഡ് ഉണ്ട്, അവിടെ നിർത്തിയാ മതി. ചേട്ടാ ചേട്ടന് പുള്ളി വഴിയേറ്റി പോയാലും വേണ്ടിയില്ലായിരുന്നു. സോറി. സോറി. സുള്ളൊന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ ഇപ്പൊ വരാം. ചേച്ചിയാ നിനക്ക് ബോധമുണ്ടോ തന്തേ? എടാ പിന്നെ അല്ലാതെ മൂത്തോരെ പേര് വിളിച്ച് നരകത്തിൽ പോയാൽ എന്നെ കിട്ടൂല. അളിയാ നീ ഓക്കെയാണ്? എടാ ഞാൻ ഓക്കെയാണ്, നിനക്ക് എന്താണ് കുഴപ്പം? അല്ല ഇത് കുറച്ച് മൂത്ത പോയില്ലേ? നിഖിലേ, ഇവനാ സൂയ. എടാ അവനില്ലാത്ത പ്രശ്നം തന്നെ നിനക്ക്. അവൻ ഹാപ്പിയാണ്. നീ ചുമ്മാർദ്ദം അടങ്ങാറാക്കില്ലടാ. അല്ലേ നീ എപ്പ എന്നാ തിരിച്ചു വീട്ടിലേക്ക്? വീട്ടിലോട്ടിപ്പ ഇല്ല, ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുക്കട്ടെ. അതെ വീട്ടിൽ പറയുന്നേക്കാ കൊള്ളാം, നമ്മളെ ഒന്ന് ഒഴിവാക്കി തരണം. നമ്മളില്ല ഇതില്. എടാ നിന്നെ ഞാൻ ഒഴിവാക്കി, അവനെ ഞാൻ ഒഴിവാക്കി. എടാ നീ ഒന്ന് അടങ്ങ്. എടാ നീ എന്താ സെറ്റാക്ക്? സെറ്റാക്കാണ്. എന്താ സെറ്റാക്കട്ടെ? മോനെ ഹണിമൂണൊക്കെ അടിച്ച് പൊളിച്ച് വലിയ ബിസിനസ്സുകാരൊക്കെ ആകുമ്പോ നമ്മളൊന്നും മറക്കരുത്. എന്റെ വിജയമല്ലി പോട്ടെ. ബൈ. ആ കേറ മോനെ. കരയണ കുഴപ്പമില്ലടാ. ഷർട്ട് അച്ഛന്റെ കല്യാൺ ഷർട്ടാണ്. തരാം. പോ പോ പോ. പോടാ. നിന്റെ അച്ഛന്റെ എല്ലാ അണ്ടിനും ഇട്ട് കിടക്കണോട്ടാ. എന്റെ മേത്തോട്ട് എന്തിനാണ്? അച്ഛന്റെ കിണ്ടി ഫുൾ നേക്കടാ. പണ്ടറക്ക് കൊടു, മറ്റേ കൂടെ കൊടു. ഓക്കെ പോട്ടാ. പോടാ. അളിയ നീ എന്തോ സെറ്റാക്കാനടാ അവൻ്റെ അടുത്ത് പറഞ്ഞത്? ആ ഷർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വല്ല മാമന്മാരും പിടിച്ചോണ്ട് പോകും. സുമി നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. അല്ല ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ള ഒരു ഡൗട്ട്. അതിന് പ്രായം നോക്കിയല്ലോ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചത്. പിന്നെ കല്യാണം കഴിക്കാനുള്ള തീരുമാനം ഞങ്ങൾ ഒരുമിച്ചെടുത്തല്ലേ. നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാ. തുള്ളേ വാ തുള്ളേ. എല്ലാവരും ശ്രദ്ധിക്കണം, കുറച്ചു ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. അവനവന്റെ ലഗേജ് ശ്രദ്ധിക്കുക. പിന്നെ വോമിറ്റി ടെൻഡൻസി ഉള്ളവര് നേരത്തെ തന്നെ കുറച്ച് നാരങ്ങ കൈവെക്കുക. ഹായ് സുമി. ഇനി ആ മണപ്പൻ ആ വഴി പൊക്കോളൂ. ഹലോ സുമി. സർ ഇത് നമ്മുടെ സുമിയുടെ. എനിക്കറിയാം, സുമിയുടെ അനിയൻ അല്ലേ? എന്താ മോന്റെ പേര്? സുനിൽ. സുനിൽ. കൊള്ളാം, നല്ല പേര്. സുനിൽ സുമി സൂസു. കൊള്ളാം. നമുക്കെല്ലാം പരിചയപ്പെടാം. സുമി. അയ്യോ രേവു, ഇനി എന്ത് ചെയ്യും? തിരുത്താനൊന്നും പോണ്ട, നമുക്ക് എല്ലാം പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ. യാ സുമി ഉറങ്ങിയായിരുന്നാ? ഒന്ന് പാർക്കിംഗ് വരെ ഒന്ന് വരുമോ? എനിക്ക് തന്നെ ഒന്ന് കാണണം. ഇവൻ തന്നെ. ഹലോ വാ. ഹലോ ഹലോ. ഡോ ആ ഫോൺ ഇങ്ങനെ തന്നെ. എന്താ സാർ? നീക്കടാ. ഡോ ഇതൊന്ന് ചെക്ക് ചെയ്തേ. സാറിന്റെ ഫോൺ എന്താ സാറേ? സാറേ നല്ല ഒന്നാം തരം തേൻ പോലത്തെ ഓയിലാ, ഹാഷ് ഓയിൽ. ഇതെന്റെ അല്ലേട്ടാ. എടാ മിടുക്ക. അല്ല എന്നെ ഒരു ചേട്ടനെ ഏൽപ്പിച്ചോട്ടെ. തൊണ്ടിയെടുത്തു. സാറേ ഇത് എന്റെ അല്ല. സാറേ ഇത് എന്നെ ഒരു ചേട്ടനെ വാടാ ഏൽപ്പിച്ചോ. ഇങ്ങോട്ട്. സാർ വരാൻ. സാർ ഞാൻ ചെയ്തില്ല. കേറാ അങ്ങോട്ട്. സാർ സാർ ഞാൻ ചെയ്തില്ല. സാർ ചെയ്തില്ല. സാർ ഞാൻ ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ? സാർ ഞാനിവിടെ എത്തി. അപ്പൊ പറ മോനെ,
എവിടുന്ന് ഇതിന്റെ സോഴ്സ്? സാറേ എനിക്കറിയില്ല സാർ, ഞാൻ അവിടെ സോറി സോറി. എടാ മോനെ, ഇത്തരം നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. നീ സത്യം പറഞ്ഞോ, വെറുതെ ഞങ്ങളുടെ സമയങ്ങളായിരുന്നു. നിന്റെ കൂട്ടാളി ഒന്നും പറയുന്നില്ല. എടോ ഈ ഫോണൊന്ന് ചെക്ക് ചെയ്തേ. സാറേ എനിക്കൊന്നും അറിയില്ല സാർ. മിണ്ടാരടാ. സാറേ, ലാസ്റ്റ് കോൾ ഇവന്റെ തന്നെ പോയിരിക്കുന്നത്, അതുറപ്പാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവന്മാർ രണ്ടുപേരെ ഈ തൊണ്ടിയുടെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ സാർ, നാളെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ശരി സാർ. സാർ ഇവന്റെ ഫോൺ കുറച്ചു നേരം അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാർ ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ താഴെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം, വൈകിക്കരുത്. ഞാൻ വരാം സാർ. രേവു, രേവു. സുമി. സാർ സുനിലിനെ. സുനിൽ ഇവിടെ എവിടെയോ. സാർ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസോ? സുമി, ഒരു ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം. സാറേ, സുനിലേ. ആരാ? അച്ഛനാണോ? അച്ഛനാ? അറിയനാ? എന്താടോ? എന്താന്ന് നിങ്ങളല്ലേ സാറേ പറയേണ്ടത്. ഈ സുനില് നിങ്ങളുടെ ആരാ? സാർ സുനിൽ എന്റെ അനിയനാണ് സാറേ. അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ച ചെറുക്കനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളൊക്കെ വളരെ ഡീസൻ്റായ ഫാമിലി, അതറിയോ? അതിന് താനാരാ? ഞാനോ? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ്. സുമി അവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂർ വന്നതാ. അല്ല, നിങ്ങൾ ഈ വാദിയെ പ്രതിയാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ. ഈ ചക്കര തനിക്കറിയോ? അറിയാവുന്നോ? ഞങ്ങൾ യൂത്ത് അല്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാ. ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയോ? എന്താ? കഞ്ചാവ് കടത്തല്. ഇന്ന് ഫുൾ ടൈം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അറിയോ? പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ, കടത്തിയെങ്കിൽ കടത്തി എന്നൊക്കെ പറയും. നിങ്ങളല്ല ഫോൺ ചെയ്തത്, ആ ഐഡി ഒന്ന് തരൂ. കൊള്ളാം. എടോ, കോട്ടയത്തുള്ള സുമിക്ക് എങ്ങനെയാണ് എറണാകുളത്ത് തന്നെ വന്നത്? അത് കസിനായിരിക്കും അല്ലേ സുമി? അല്ല സർ, ഇത് എന്റെ ഭർത്താവാ. അടിപൊളി, ഇപ്പൊ ഭർത്താവായോ? സുമി, തമാശ പറയാതെ. സത്യമായിട്ട് ഇതെന്റെ ഭർത്താവാ സർ. ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യ അനിയൻ, പിന്നെ കസിൻ, ഇപ്പൊ ഭർത്താവ്. ആകെ കൂടി ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അല്ല പെങ്ങളെ, നിനക്ക് 21 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. സാറേ, ഇങ്ങോട്ട് പറ. സാറേ, എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൻ ഇതും ചെയ്യും, ഇവന്റെ അപ്പുറം ചെയ്യുന്നവനാ. വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മുഖത്തൊരു കള്ളത്തിനുണ്ടായിരുന്നു സാറേ. നീ അങ്ങനെ അല്ലല്ലോടാ ആദ്യം പറഞ്ഞത്. ഓടാ, ആ മൂലയ്ക്ക് പോയി നിൽക്കടാ. ഒന്ന് മാറുമോനെ. ഡോ, തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? ആകാശേ, ആ FIR തയ്യാറായി. ഓക്കെ സർ. സർ പ്ലീസ് സർ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ പറഞ്ഞിട്ട് സുനിൽ വന്നത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം, പ്ലീസ് സർ. നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. സർ, എന്നെ കാണാൻ സുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് മാറി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവം സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ, ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോയിക്കോ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത് ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന്. തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. ഒരു നിരാശ കാമുകൻ. ഇവിടെ ഇരിക്കേ.